അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് 3-ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 2 എന്ന വിഷയത്തിൽ വന്ന ചോദ്യപേപ്പറുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ വളരെയധികം ഉപകാരപ്പെടും, അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക. അതുപോലെ മദ്രസയുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ ചോദ്യത്തിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വരുന്ന ചോദ്യങ്ങൾ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക എന്നുള്ള ചോദ്യങ്ങളാണ്. 10 ചോദ്യങ്ങളാണ് ഇങ്ങനെ വരിക. ഓരോ നമുക്ക് വായിച്ചു നോക്കാം. ആശിക്കുന്നതെല്ലാം ലഭിക്കുന്ന സ്ഥലം എവിടെയാണത്? ഖബർ, പരലോകം, സ്വർഗം. എവിടെയാണ് ലഭിക്കുക? എല്ലാം ലഭിക്കുന്നത് എവിടെയാണ്? സ്വർഗത്തിലാണ് അല്ലേ. സ്വർഗം എന്നതിന് ശരി അടയാളപ്പെടുത്തി കൊടുക്കുക. പരിശുദ്ധ കഅബ ആദ്യമായി നിർമ്മിച്ചത് ആരാണെന്നുള്ളതാണ്. മലക്കുകൾ, ജിന്നുകൾ, നബിമാർ. ആരാണ്? മലക്കുകളാണ് ആദ്യമായിട്ട് കഅബ നിർമ്മിച്ചത് അല്ലേ. അപ്പോൾ നിങ്ങളത് നമ്മൾ ടിക്ക് ഇടുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂട്ടോ, ശരിയാണോ എന്നുള്ളത്. നിങ്ങൾ അറിയുന്നത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. അത് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കൂട്ടോ. 3-ാമത്തത് ഖദീജ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് എത്രയാണ്? 35, 25, 40. എത്രയായിരുന്നു? 25 വയസ്സാണ് അല്ലേ. അതുപോലെ ഖദീജ ബീവിക്ക് 40 വയസ്സാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കേട്ടോ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ് ചോദിച്ചിരുന്നത് കേട്ടോ. അടുത്തത് ഹുദൈഫ റളിയല്ലാഹു അൻഹു ആദ്യം വെള്ളപ്പാത്രവുമായി സമീപിച്ച സ്വഹാബി ആരാണ്? ഹാരിസ് റളിയല്ലാഹു അൻഹു, ഇക്രിമ റളിയല്ലാഹു അൻഹു, അയ്യാസ് റളിയല്ലാഹു അൻഹു. ആരാണ് ആദ്യം സമീപിച്ചത്? ഹാരിസ് റളിയല്ലാഹു അൻഹു ആണ് അല്ലേ. അതിനുശേഷം ആരാണ്? അപ്പോൾ അവരൊക്കെ എന്താണ് മറുപടി പറഞ്ഞത്? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കേട്ടോ. പിന്നെ കൂട്ടിനെ തിരഞ്ഞെടുക്കുന്നവർക്ക് ഉണ്ടായിരിക്കണം. എന്താ ഉണ്ടായിരിക്കേണ്ടത്? അത്യാഗ്രഹം, ദേഷ്യം, സൽ സ്വഭാവം. എന്താണ് കൂട്ടുകാർക്ക് ഉണ്ടാവേണ്ട സ്വഭാവം? സൽ സ്വഭാവമാണ് ഉണ്ടാവേണ്ടത് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കും കേട്ടോ. അടുത്ത ചോദ്യം, ആദ്യമായി ഖുർആൻ അവതരിച്ച മാസം ഏതാണ്? മുഹറം, റബീഉൽ അവ്വൽ, റമളാൻ. ഏത് മാസത്തിലാണ് ആദ്യമായിട്ട് ഖുർആൻ ഇറങ്ങിയത്? റമളാൻ മാസത്തിലാണ് അല്ലേ. അടുത്ത ചോദ്യം, റഫ് എന്ന വാക്കിൻ്റെ അർത്ഥം. റഫ് വേദനിപ്പിച്ചു, ശിക്ഷിച്ചു, ചിറകടിച്ചു. എന്താണ്? ചിറകടിച്ചു എന്നതാണ് അല്ലേ റഫ്. ഒക്കെ നമ്മൾ പഠിച്ചു വെക്കട്ടോ. നമ്മൾ അറബിയുള്ള പാഠത്തിൽ പറഞ്ഞ കാര്യമാണ്, അപ്പോൾ മനസ്സിലാക്കി വെക്കുക. അടുത്തത് നരകത്തിലെ ഒരു ഭക്ഷണം. എന്താണ്? സരിയ, ലരിയ, റബിയ. എന്താണ്? ലരിയ ആണല്ലേ, ലരിയ. അടുത്ത ചോദ്യം, 25 വയസ്സാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവട യാത്ര ചെയ്തു. എവിടേക്കാണ് പോയത്? സിറിയയിലേക്ക്, യർമൂക്കിലേക്ക്, മദീനയിലേക്ക്. എവിടേക്കാണ് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 25-ാം വയസ്സിൽ കച്ചവട യാത്ര എടുക്കാൻ പോയത്? സിറിയയിലേക്കാണല്ലേ. സിറിയയിലേക്ക് ശരിയാണ് നൽകേണ്ടത്. അടുത്ത ചോദ്യം, മാൻകുട്ടി എന്നാണ് അർത്ഥം. മാൻകുട്ടി എന്നതിൻ്റെ അറബി എന്താ? ഹിബാ, ഹുഷ്ഫുൻ. എന്താണ്? ലബിയത്തുൻ. എന്താണ്? മാൻകുട്ടിൻ്റെ മാനല്ല, മാൻകുട്ടിയാണ് കേട്ടോ. ഹുഷ്ഫുൻ എന്നാണ് അല്ലേ. അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്തൊരു ചോദ്യ പേപ്പറിൽ എന്താണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നത് നമുക്ക് നോക്കാം. ടിക്ക് മാർക്ക് ഇടാനുള്ള ചോദ്യങ്ങൾ. കഅബ പുനർനിർമ്മിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് എത്രയാണ്? 35, 8, 40. എത്രയാണ് പുനർനിർമ്മിക്കുന്ന സമയത്ത്? 35 വയസ്സാണ് അല്ലേ. അടുത്ത ചോദ്യം, തീ കണ്ടപ്പോൾ നരകത്തെ ഓർത്ത് ബോധം നഷ്ടപ്പെട്ടു. ആർക്കാണത്? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു, റബീഅ ഇബ്നു ഹുസൈം റളിയല്ലാഹു അൻഹു. ആർക്കാണത്? റബീഅ ഇബ്നു ഹുസൈം റളിയല്ലാഹു അൻഹു ആണ് അല്ലേ. നരകം ഓർത്ത് ബോധം കെട്ട് വീണത് അല്ലേ. അടുത്തത് സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തുകൾ എത്രയാണ്? എത്ര ആയത്തുകളാണ് സൂറത്തുൽ ഫാത്തിഹയിലുള്ളത്? ഓർമ്മയുണ്ടോ? ഒന്ന് എണ്ണി വയ്ക്കാൻ മതി അല്ലേ. 8, 7, 6. എത്രയാണ്? ബിസ്മിയുടെ ആയത്താണ് കേട്ടോ. അപ്പോൾ എന്താണ്? 7 ആണ് കേട്ടോ. 7 ആയത്തുകളാണ്. അടുത്തത് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ലിഖാ, ഹൂറുൽ ഐൻ, പഴങ്ങൾ. എന്താണ് ലിഖാ എന്ന് പറഞ്ഞാൽ? എന്താ? അള്ളാഹുവിനെ കാണാന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അള്ളാഹുവിനെ കാണാന്നുള്ളതാണ് ശരി കേട്ടോ. ലിഖാ ആണ് ശരി. അടുത്ത ചോദ്യം, അപ്പോൾ നമ്മളൊക്കെ പഠിച്ചു വെക്കണ്ടോ. ഓർമ്മയുള്ള ആളുകൾ അത് ഓർമ്മ പുതുക്കുക, അറിയാത്ത ആളുകൾ ഇതൊക്കെ ഒന്ന് പഠിക്കുകയും ചെയ്യും കേട്ടോ. ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് എത്രയാണ്? 25, 40, 35. നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ് അല്ലേ. എത്രയാണ്? 25 ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇവരുമായി കൂട്ടുകൂടാൻ പാടില്ല. ആരുമായിട്ടാണ്? സദാചാരികൾ, അത്യാഗ്രഹികൾ, സൽസ്വഭാവികൾ. ആരെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത്? അത്യാഗ്രഹികളാണല്ലേ. അത്യാഗ്രഹികളെക്കുറിച്ച് അവരുടെ കൂട്ടത്തിൽ കൂടാൻ പാടില്ല. പിന്നെ ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല. അത് പറഞ്ഞത് ആരാ? ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല പറഞ്ഞത് ആരാ? വറഖത്ത് ഇബ്നു നൗഫൽ, ജിബ്രീൽ അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ്? ഓർമ്മയുണ്ടോ? ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണല്ലേ. ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്റ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞതും ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം കേട്ടോ. അത് നമ്മൾ ശേഷം വരുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ ഒന്നുകൂടി ക്ലിയർ ആക്കാം.
അടുത്ത ചോദ്യം, ഹുദൈഫ റളിയല്ലാഹു അൻഹു വെള്ളപ്പാത്രവുമായി ഓടി നടന്നത് യുദ്ധം ഏത് യുദ്ധത്തിലാണ് ഇങ്ങനെ വെള്ളവും പാത്രവുമായി ഓടി നടന്നത്? യർമൂക്ക് യുദ്ധം, ഖന്തഖ് യുദ്ധം, ബദർ യുദ്ധം. ഏത് യുദ്ധമായിരുന്നു? ഓർമ്മയുണ്ടോ? യർമൂക്ക് യുദ്ധത്തിലാണ് അല്ലേ, യർമൂക്ക് യുദ്ധം. അടുത്ത ചോദ്യം, കുരുവിയെ പോലുള്ള ഒരു പക്ഷി, അതിനെന്താ അറബിയിൽ പറയാ? നംല്, ഹുമ്മറത്ത്, ലബിയത്ത്. എന്താണ് പറയുക? ഹുമ്മറത്ത് എന്ന് പറയില്ലേ, ഹുമ്മറത്ത്. അതുപോലെ നംല് എന്ന് പറഞ്ഞാൽ എന്താ, ലബിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പഠിച്ചേക്കും കേട്ടോ. അതൊക്കെ ചോദ്യങ്ങൾ നമുക്ക് അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ആ തബിയു ഹാദിഹി ലി, ഇത് ചോദിച്ചതാരാ? ഇത് എനിക്ക് വിൽക്കുന്നോ എന്നാണ്. ആ തബിയു ഹാദിഹി ലി, ഇത് എനിക്ക് വിൽക്കുന്നോ ഇത് ചോദിച്ചതാരാ? സയ്യിദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു അഅറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണത് ചോദിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ചോദിച്ചത്. ഇത് എനിക്ക് വിൽക്കുന്നോ എന്ന് ചോദിച്ചത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. 10 ചോദ്യങ്ങളാണ് നമുക്കുണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ 20 ചോദ്യങ്ങൾ പരിശോധിച്ച് നോക്കിട്ടോ. അപ്പോൾ ഇവിടെ ഉത്തരം കൊടുത്ത ചോദ്യങ്ങളാണ് ശരി, നമ്മൾ അടയാളപ്പെടുത്തിയാൽ മതി. അപ്പം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ ചേരുമ്പോഴേ ചേർക്കുക എന്നുള്ള ചോദ്യമാണ്. ഇവിടെയും നമുക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്, നമ്മൾ ശരി അടയാളപ്പെടുത്തി കൊടുത്താൽ മതി. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യുക. 2 ഭാഗവും നമ്മൾ ആദ്യം നന്നായി വായിക്കുക. ഒന്നാമത്തെ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖദീജ റളിയല്ലാഹു അൻഹു, ജിബ്രീൽ അലൈഹിസ്സലാം, വറഖത്ത് ബിൻ നൗഫൽ എന്നിങ്ങനെയാണുള്ളത്. മറ്റേ ഭാഗത്ത് അങ്ങയെ അല്ലാഹു തആല ഒരിക്കലും കൈവിടില്ല, ഭയപ്പെടേണ്ടതില്ല, ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല, ഇഖ്റ വായിക്കൂ. അപ്പോൾ ഇതൊക്കെ അവർ പറഞ്ഞ സംഭവങ്ങളാണ്. അപ്പോൾ ആരാണിത് പറഞ്ഞത് നമ്മൾ കണ്ടെത്തിയാൽ മതി കേട്ടോ. ഒന്നാമത്തത് വായിച്ചു നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇവിടെ ഇതിൽ ഏതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കിയാണ്. ഞാൻ വായിക്കാൻ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണല്ലേ, ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല എന്നുള്ളത് ആരും പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണല്ലേ. ഇവിടെ സി ആണുള്ളത്, അപ്പോൾ സി നമ്മൾ ഇതിന് നേരെ എഴുതി കൊടുക്കണം. രണ്ടാമത്തെ എന്താ? ഖദീജ റളിയല്ലാഹു അൻഹു. ഖദീജ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? അള്ളാഹു അങ്ങയെ ഒരിക്കലും കൈവിടില്ലല്ലേ, അങ്ങയെ ഒരിക്കലും അള്ളാഹു തആല കൈവിടില്ല എന്ന് ആര് പറഞ്ഞതാ? ഖദീജ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണല്ലേ. അപ്പോൾ എ ആണ്, നമ്മളിവിടെ എ എഴുതി കൊടുക്കുന്നു കേട്ടോ. അടുത്ത ചോദ്യം എന്താ? ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? എന്താണ്? ഇഖ്റ അല്ലേ, ഇഖ്റ വായിക്കൂ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതാണ്. അപ്പോൾ ഡി എന്ന് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നു. അടുത്തത് എന്താണ്? വറഖത്ത് ബിൻ നൗഫൽ എന്നാണ് ഇവിടെ ഉള്ളത്. ഭയപ്പെടേണ്ടതില്ല അല്ലേ. വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്ത് ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയപ്പം ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഭയപ്പെടേണ്ടതില്ല, ബി എന്ന് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ഈ രൂപത്തിൽ ഇവിടെയും ഉത്തരം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശരിയായി അടയാളപ്പെടുത്തിയാൽ മതി. ശരിയായ വിധം നമ്മൾ ചെയ്താൽ നമുക്ക് നല്ല മുഴുവൻ മാർക്ക് ലഭിക്കും. ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ 2 നഷ്ടപ്പെടും. അപ്പോൾ വളരെ സൂക്ഷിച്ച് കൊണ്ട് ചെയ്യട്ടോ. അടുത്ത ചോദ്യം എന്താണ്? ചേരുമ്പടി ചേർക്കാനുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. നമുക്ക് നോക്കാം. ചേരുമ്പടി ചേർക്കുക എന്ന മറ്റൊരു ചോദ്യ പേപ്പറിൽ കാണുന്നത്, നരകം ഇവർക്കുള്ള വീടാണ്, ഒരിക്കലും ഒരു കെട്ടിടം പോലെയാണ്, പ്രകാശിക്കുന്ന മിമ്പർ ലഭിക്കുന്നവർ ആദ്യമായി കഅബ നിർമ്മിച്ചത്. ഇവിടെ ഇപ്പോഴത്തുള്ളത് എന്താണ്? നല്ല സുഹൃത്തുക്കൾ, തിന്മ ചെയ്യുന്നവർ, മലക്കുകൾ, സത്യവിശ്വാസികൾ. നമുക്ക് ഓരോന്ന് വായിച്ച് നോക്കട്ടോ. എന്താണ്? നരകം ഇവർക്കുള്ള വീടാണ്. ആരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്? നരകം അവർക്കുള്ള വീടാണുള്ളത് ആരെക്കുറിച്ച് പറഞ്ഞതാ? തിന്മ ചെയ്യുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞാണല്ലേ. അപ്പോൾ തിന്മ ചെയ്യുന്ന ആളുകൾക്കാണ് നരകം ഉള്ളത്. അപ്പോൾ ബി എന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നു കേട്ടോ. അടുത്ത എന്താണ്? ഒരു കെട്ടിടം പോലെയാണ്. ഒരു കെട്ടിടം പോലെയാണെന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഓർമ്മയുണ്ടോ? സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞാണല്ലേ ഒരു കെട്ടിടം പോലെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഡി എന്ന് എഴുതി കൊടുക്കുന്നു. അടുത്ത എന്താണ്? പ്രകാശിക്കുന്ന മിമ്പർ ലഭിക്കുന്നവർ. ആർക്കാണ് പ്രകാശിക്കുന്ന മിമ്പർ ലഭിക്കുക എന്ന് പറഞ്ഞത്? നല്ല സുഹൃത്തുക്കളെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞല്ലേ. അപ്പോൾ നല്ല സുഹൃത്തുക്കൾ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നു കേട്ടോ. അടുത്തുള്ള എന്താണ്? ആദ്യമായി കഅബ നിർമ്മിച്ചത് നേരത്തേക്ക് നമ്മൾ കണ്ട തന്നെയാണ്. ആരാണ്? മലക്കുകളാണല്ലേ. സി എന്ന് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഉത്തരങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക, തെറ്റിക്കരുത്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ, ഇപ്പോൾ ഇവിടെ സി നമ്മൾ അറിയാതെ എഴുതിയാൽ നമ്മൾ എന്തായാലും ഇവിടെ എ എന്ന് എഴുതേണ്ടി വരും ലാസ്റ്റ്. അപ്പോൾ ഇത് രണ്ടും തെറ്റും അല്ലേ. അപ്പോൾ ഒന്ന് തെറ്റിയാൽ 2 തെറ്റും എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത ചോദ്യങ്ങൾ വരുന്നത് പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യങ്ങളായിരിക്കും. പാഠഭാഗത്തു നിന്ന് ആശയങ്ങൾ അല്ലെങ്കിൽ ഹദീസുകൾ, ആയത്തുകളൊക്കെ ഉള്ള സംഗതികളൊക്കെ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി പാഠങ്ങൾ വായിച്ചാൽ മാത്രമാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് എഴുതാൻ കഴിയുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, നരകം ശിക്ഷയുടെ വീടാണ്. നരകം ശിക്ഷയുടെ വീടാണ്, അത് ഡാഷ് ചെയ്തവർക്കുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്തവർക്കുള്ളതാണ് നരകത്തിൻ്റെ ശിക്ഷ? തിന്മ ചെയ്ത ആളുകളാണ് അല്ലേ. അപ്പോൾ നരകം ശിക്ഷയുടെ വീടാണ്, അത് തിന്മ ചെയ്തവർക്കുള്ളതാണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, സ്നേഹത്തിലും കാരുണ്യത്തിലും ഡാഷ് ഒരു ശരീരം പോലെയാണ്. എന്താണ്? സ്നേഹത്തിലും കാരുണ്യത്തിലും ആരാണ് ഒരു ശരീരം പോലെയെന്ന് പറഞ്ഞത്? സത്യവിശ്വാസികളല്ലേ. സത്യവിശ്വാസി ഒരു ശരീരം പോലെയാണ്. അടുത്ത ചോദ്യം, യൗമുദ്ദീൻ എന്നുള്ളത് ഡാഷ് നൽകുന്ന ദിനം. എന്താണ് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ? എന്ത് നൽകുന്ന ദിനത്തിനെ കുറിച്ചാണ് യൗമുദ്ദീൻ എന്ന് പറയുക? പ്രതിഫലം നൽകുന്ന ദിനത്തിനെ കുറിച്ചാണ് എന്ത് പറയുക? യൗമുദ്ദീൻ എന്ന് പറയല്ലേ.
അടുത്ത ചോദ്യം, സ്വർഗം ലഭിക്കണമെങ്കിൽ ഡാഷ് വേണം, സൽക്കർമ്മം ചെയ്യണം. എന്താണ് സ്വർഗം ലഭിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? സൽക്കർമ്മം ചെയ്യണം മാത്രം മതിയോ? എന്തും വേണം? ഈമാൻ വേണം അല്ലേ? ഈമാൻ വേണം, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വേണം അല്ലേ? അടുത്ത ചോദ്യം, കൂടുതൽ കൂട്ടുകാർ ദുനിയാവിൽ ഇല്ലാത്തവരാകണം. എന്തില്ലാത്തവരാകണം? ദുനിയാവിൽ ഇങ്ങനെ എന്തില്ലാത്ത ആളുകളാവണം എന്നാണ് പഠിച്ചത്? അത്യാഗ്രഹം ഇല്ലാത്ത ആളുകളാവണം. കൂട്ടുകാർ ദുനിയാവിൽ അത്യാഗ്രഹം ഇല്ലാത്ത ആളുകൾ ആവണം. അത് കഴിഞ്ഞ് അടുത്ത ഇതേ രൂപത്തിലുള്ള ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യം തന്നെയാണ് നോക്കുന്നത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി ലഭിച്ചത് ഡാഷ് 27 രാത്രിയായിരുന്നു. എന്താണ് ഏത് 27-നാണ്? റമളാൻ 27 രാത്രിയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്ത് വഹി ലഭിച്ചത് അല്ലേ? അടുത്ത ചോദ്യം, സ്വർഗം ലഭിക്കണമെങ്കിൽ ഡാഷ് വേണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ? എന്താ വേണ്ടത്? ഈമാൻ വേണം, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യണം കേട്ടോ. അടുത്തത്, യൗമുദ്ദീൻ എന്നാൽ ഡാഷ് നൽകുന്ന ദിവസമാണ്. എന്താണ് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ? എന്ത് നൽകുന്ന ദിവസമാണ്? നേരത്തെ കണ്ട തന്നെയാണ് അല്ലേ? പ്രതിഫലം നൽകുന്ന ദിവസമാണ് യൗമുദ്ദീൻ എന്ന് പറഞ്ഞത്. അടുത്ത ചോദ്യം, സ്വാർത്ഥത പാടില്ല, അത് ഡാഷ്ക്ക് ചേർന്നതല്ല. എന്താണ് സ്വാർത്ഥത? ആർക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞത്? ഓർമ്മയുണ്ടോ? സത്യവിശ്വാസിക്ക് ചേർന്നതല്ല. അടുത്തത്, നരകത്തിലുള്ള ഭക്ഷണം ഡാഷ്യുടെ മുള്ളാണ്. എന്തിൻ്റെ മുള്ളാണ് നരകത്തിലുള്ള ഭക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞത്? ഓർമ്മയുണ്ടോ? പറഞ്ഞു നോക്കൂ. വിഷച്ചെടിയുടെ മുള്ളാണെന്നല്ലേ. അപ്പോൾ ഇതൊക്കെ അറബി മലയാളത്തിൽ എഴുതി പഠിക്കണം കേട്ടോ. മലയാളത്തിലല്ല എഴുതേണ്ടത്, അറബി മലയാളത്തിൽ എഴുതണം. അതുപോലെ പാഠം നന്നായിട്ട് വായിക്കുകയാണെങ്കിൽ മാത്രമേ പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമൊക്കെ എഴുതാൻ കഴിയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യങ്ങൾ വരുന്നത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, സ്വർഗത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ ആരാ? ആരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്? സ്വർഗത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ആരാ? പറഞ്ഞു നോക്കൂ. ഖദീജ റളിയല്ലാഹു അൻഹ ആണല്ലേ. അതുപോലെ തന്നെ മറ്റു 1-2 സ്ത്രീകളൊക്കെ പറയുന്നുണ്ട്, അവരുടെയൊക്കെ സ്ഥാനങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റയ്ക്കിരുന്ന് ഇബാദത്ത് ചെയ്ത ഗുഹ അല്ലേ? എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്കിരുന്ന് ഇബാദത്ത് ചെയ്തിരുന്നത്? ആ ഗുഹൻ്റെ പേരെന്താണ്? ഹിറാ ഗുഹയാണ് അല്ലേ? ഹിറാ. അത് എഴുതാൻ കൂടി നമ്മൾ പഠിക്കണേ. അടുത്തത്, ഖദീജ ബീവിയുടെ ഭൃത്യൻ്റെ പേരെന്താണെന്നതാണ്. എന്താണ് ഖദീജ ബീവിയുടെ ഭൃത്യൻ അല്ലേ? ഒരു സഹചാരി ഇല്ലേ? ഇനി എന്താണ്? മൈസറത്ത് അല്ലേ? മൈസറത്ത് എന്നാണ്, അടിമയായിട്ടുണ്ടായിരുന്ന ആളാണ് മൈസറത്ത് അല്ലേ? അടുത്തത്, കഅബയോട് ചേർന്ന് വളച്ചു കെട്ടിയ സ്ഥലത്തിൻ്റെ പേരെന്താ? എന്താണ് കഅബയോട് ചേർന്ന് വളഞ്ഞ് ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തിന് എന്താണ് പറയൂ? ഹിജ്റ ഇസ്മായിൽ എന്നാണ് പറയുക അല്ലേ? അടുത്ത ചോദ്യം, ആവശ്യം എന്നതിൻ്റെ അറബി പദം എന്താ? ആവശ്യം എന്നെങ്ങനെയാണ് അറബിയിൽ പറയാം? എങ്ങനെയാണ് പറയുക? നമ്മൾ പല കാര്യങ്ങൾക്കും ആവശ്യം എന്ന് പറയേണ്ടി വരുമല്ലോ. എങ്ങനെയാണ് പറയുക? ഹാജത്ത് അല്ലേ? ഹാജത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജത്തിന് വേണ്ടി പോയി എന്നുള്ളൊരു സംഭവം പറയുന്നില്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കും കേട്ടോ. അടുത്ത ചോദ്യം, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു ചോദ്യ പേപ്പറിൽ നോക്കാം. എന്താണ് പറഞ്ഞത്? കഅബ പുനർനിർമ്മാണ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ജോലി എന്തായിരുന്നു? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജോലി എന്തായിരുന്നു? കല്ല് ചുമക്കല്ലേ? കല്ലിങ്ങനെ ചുമന്ന് കൊണ്ടു കൊടുക്കുന്ന പരിപാടിയായിരുന്നു. വേറെ ചോദ്യം, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പിതാവിൻ്റെ പേര്. ഖദീജ ബീവിയുടെ പിതാവിൻ്റെ പേരെന്താ? ആരുടെ മകൻ ഖദീജ എന്നാണ് പറയാറുള്ളത്? റളിയല്ലാഹു അൻഹ അല്ലേ? ഹുവൈലിദ് അല്ലേ? ഹുവൈലിദിൻ്റെ മകൻ ഖദീജ മകൾ അല്ലേ? മകനല്ല, മകൾ ഖദീജ റളിയല്ലാഹു അൻഹ. പിന്നെ സ്നേഹിതൻ നന്മ ചെയ്താൽ നാം എന്ത് ചെയ്യണം? സ്നേഹിതൻ നമുക്ക് നന്മ ചെയ്താൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രശംസിക്കണം അല്ലേ? പ്രശംസിക്കണം. നന്മ ചെയ്താൽ പ്രശംസിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? പിന്നെ ദുഃഖമില്ല സന്തോഷവും മാത്രം എവിടെയാണത്? ദുഃഖമില്ലാതെ സന്തോഷം മാത്രം കിട്ടില്ല, എവിടെയാണ്? പറയോ? സ്വർഗത്തിലാണ് അല്ലേ? സ്വർഗത്തിൽ ദുഃഖമില്ല സന്തോഷം മാത്രം. അതുപോലെ തന്നെ ദുഃഖം മാത്രമേ ഉള്ളൂ അങ്ങനത്തെ വീടുകളുണ്ട്, അതെവിടെയാണെന്നുള്ള നമുക്കറിയാമല്ലോ അല്ലേ? പിന്നെ ഉറുമ്പ് എന്നതിൻ്റെ അറബി പദം. ഉറുമ്പിന് എന്താ അറബിയിൽ പറയാം? നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് അല്ലേ? എന്താണ്? നംല് എന്ന് പറയില്ലേ? നംല് എന്നാണ് ഉറുമ്പിന് പറയാം. അതുപോലെ മറ്റൊരു ചോദ്യ പേപ്പറിൽ ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യങ്ങൾ വായിച്ച് നോക്കാം. മരണപ്പെട്ട സ്നേഹിതനോടുള്ള കടമ നിറവേറ്റൽ എങ്ങനെ? ഒരാൾ മരണപ്പെട്ടു, നമ്മളെ സ്നേഹിതനാണ്, അവരോടുള്ള കടമ എങ്ങനെയാണ് നിറവേറ്റേണ്ടത്? പറഞ്ഞു നോക്കൂ. അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അവൻ്റെ ബന്ധുക്കളോടും സ്നേഹിതന്മാരോടും സ്നേഹബന്ധം പുലർത്തുക അല്ലേ? അങ്ങനെയൊക്കെയാണ് മരണപ്പെട്ട സ്നേഹിതനോട് കടമ പുലർത്തൽ. അടുത്ത ചോദ്യം, സ്വർഗത്തിലെ 2 അനുഗ്രഹങ്ങൾ എഴുതാനാണ്. സ്വർഗത്തിലെ 2 അനുഗ്രഹങ്ങൾ പറഞ്ഞു നോക്കൂ. എന്താണ്? ഓർമ്മയുണ്ടോ? ഓരോന്ന് പറയൂ. അള്ളാഹുവിൻ്റെ ലിഖാഇ, ഹൃദ്യമായ ഭക്ഷണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ? 86-ാമത്തെ പേജിൽ ആ കാര്യങ്ങളുണ്ടാവും ഇൻഷാ അല്ലാഹ്. അടുത്ത ചോദ്യം എന്താണ്? അള്ളാഹു തആല അനുഗ്രഹിച്ച 4 വിഭാഗത്തിൻ്റെ പേര് എഴുതാനാണ്. അള്ളാഹു തആല അനുഗ്രഹിച്ച 4 വിഭാഗത്തിൻ്റെ പേരെന്താണ്?
പറയൂ, എന്താണ്? നബിമാർ, അഹ്ലു ബൈത്ത്, വലിയുമാർ, സജ്ജനങ്ങളിലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, റുദ്ദു വലദഹ ഇലൈഹ, ഇത് ആരോട് പറഞ്ഞതാണ്? റുദ്ദു വലദഹ ഇലൈഹ എന്നാരാ പറഞ്ഞത്? ആരോടാ പറഞ്ഞത്? അല്ലേ, ആ പക്ഷിയെ കുടിച്ച സമയത്ത് സംഭവമൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞത്. ആരോടാ പറഞ്ഞത്? സ്വഹാബികളോടാണ് പറഞ്ഞത് അല്ലേ. ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ അടുത്തൊരു ചോദ്യ പേപ്പറിൽ ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യങ്ങൾ വായിച്ചു നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ നസ്തൂർ എന്താ പറഞ്ഞത്? നസ്തൂറ എന്നുള്ള പുരോഹിതൻ എന്ത് പറഞ്ഞു? ഈ മരച്ചുവട്ടിലിരിക്കുന്ന പ്രവാചകൻ ഈ മരച്ചുവട്ടിലിരിക്കുന്നത് പ്രവാചകൻ തന്നെയാണെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. മറ്റൊരു ചോദ്യം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വേണം അല്ലേ. അടുത്ത ചോദ്യം എന്താണ്? ഏതാണ് ഹിജർ ഇസ്മായിൽ? നേരത്തെ നമ്മൾ ചോദ്യമായിട്ട് കണ്ടിരുന്നു അല്ലേ. എന്താണ് ഹിജർ ഇസ്മായിൽ? എന്താണ്? കഅബയിൽ പെട്ടതും കെട്ടിടത്തിനു പുറത്തുള്ളതുമായ ഒരു സ്ഥലമാണ് അല്ലേ. അപ്പോൾ കഅബേൻ്റെ ആ ഒരു 4 കെട്ടിൽപ്പെട്ട സ്ഥലമല്ല, അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലമാണ്. ആ കാര്യമൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക ഇൻഷാ അല്ലാ. ഇതിങ്ങനെ എഴുതാനും പഠിച്ചു വെക്കട്ടെ. എന്താണ് ഹിജർ ഇസ്മായിൽ എന്ന് ചോദിച്ചാൽ അത് എഴുതാൻ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ ഇൻഷാ അല്ലാ. അടുത്തത്, ആമീൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ആമീൻ, നമ്മളൊക്കെ ദ്വാരക്കുമ്പോൾ ആമീൻ പറയാറില്ലേ. എന്താണ് അതിൻ്റെ അർത്ഥം? ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം അതാണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് എഴുതാനും പഠിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ എന്താണ്? 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക എന്നുള്ള ചോദ്യങ്ങളാണ്. നരകം എന്ന ചോദ്യം വന്നിട്ടുണ്ട്. നരകത്തെക്കുറിച്ച് 5 വരി 5 പോയിൻ്റെങ്കിലും നമുക്ക് എഴുതാൻ കിട്ടണം. നരകം ശിക്ഷയുടെ വീടാണ്, അത് തിന്മ ചെയ്തവർക്കുള്ളതാണ്. കത്തിയെരിയുന്ന തീയാണ്, അതിൽ ഭീമൻ വിഷപ്പാമ്പുകളുണ്ട്, വലിയ തേളുകളുണ്ട്. അവിടുത്തെ ഭക്ഷണം വിഷച്ചെടിയുടെ മുള്ളാണ്, അവിടെ സന്തോഷമില്ല, കഷ്ടപ്പാട് മാത്രം അല്ലേ. വൈൽ, സഖർ, ജഹന്നം തുടങ്ങിയ പല പേരുകളിലും നരകം ഉണ്ട് അല്ലേ. അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. നരകത്തിൻ്റെ പേരുകൾ മനസ്സിലാക്കി വെക്കുക, അവിടുത്തെ അവസ്ഥകൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. എഴുതാനും പഠിച്ചു വെക്കുക. വളരെ പ്രധാനമാണ്. 6 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. ഇങ്ങനത്തെ ഓരോ പാഠത്തിലും ഇതുപോലെ 5 പോയിൻറ്റുകളൊക്കെ വിശദീകരിക്കുന്ന കാര്യങ്ങളെങ്കിൽ അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. എഴുതി പരിശീലിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ മറ്റൊരു ചോദ്യം വന്നത് 5 വരിയിൽ കുറയാതെ എഴുതാൻ സ്നേഹിതന്മാർ എന്നുള്ള ചോദ്യമാണ് വന്നത് അല്ലേ. അതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ കഴിയും. ഈമാനും തഖ്വയും ഉള്ളവരായിരിക്കണം സ്നേഹിതന്മാർ. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകെട്ട് നല്ലതിനായിരിക്കണം, ചീത്ത ആളുകളുമായി കൂട്ടുകൂടരുത്. കൂട്ടിന് തിരഞ്ഞെടുക്കുന്ന സ്നേഹിതൻ ബുദ്ധിമാനും സൽസ്വഭാവിയും സദാചാരിയും സുന്നിയും ദുനിയാവിൽ അത്യാഗ്രഹമില്ലാത്തവനുമായിരിക്കണം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഓരോ പാഠത്തിലും ഇതേ രൂപത്തിൽ കുറച്ചധികം വിശദീകരണങ്ങളുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത്രയും കാര്യമാണ് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ദുറൂസിൻ്റെ 2ാമത്തെ ഒരു പരീക്ഷയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ദുറൂസിൻ്റെ 2ാമത്തെ ഭാഗം 11 മുതൽ 20 വരെയുള്ള പാഠങ്ങളാണ് അല്ലേ. അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരുപാട് വീഡിയോകൾ നമ്മളെ ഈ ഒരു ചാനലുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താം. അതുപോലെ ഇങ്ങനത്തെ വീഡിയോകൾ ഇനിയും ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു.